നമസ്കാരം. 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ വിലയിരുത്താം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 6 കാർബൺ ആറ്റങ്ങളുള്ള ഒരു ചെയിൻ ചുവടെ നൽകിയിരിക്കുന്നു. എ ചെയിൻ ഹാവിംഗ് 6 കാർബൺ ആറ്റംസ് ഈസ് ഗിവൻ ബിലോ. ഓരോ കാർബണിലും ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉൾപ്പെടുത്തി ഘടന പൂർത്തീകരിക്കുക. കംപ്ലീറ്റ് ദ സ്ട്രക്ചർ ബൈ ആഡിംഗ് ഹൈഡ്രജൻ ആറ്റംസ് ടു ഈച്ച് കാർബൺ ആറ്റം. നമുക്കറിയാം കാർബണിന്റെ സംയോജകത എത്രയാണ്? വാലൻസി എത്രയാണ്? 4 ആണ്. കാർബണിന് ചുറ്റും 4 ബോണ്ടുകളാണ് വേണ്ടത് അല്ലെ? അപ്പൊ ഇവിടെ നോക്കുക, ഒന്നാമത്തെ കാർബണിന് ഒരു ബോണ്ടായി, ഇനി 3 ബോണ്ട് കൂടി വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഇവിടെ 3 ഹൈഡ്രജനെ ഉൾപ്പെടുത്തും. അതുകൊണ്ട് CH3 എന്ന് എഴുതും. രണ്ടാമത്തെ കാർബൺ നോക്കിയാൽ ഇവിടെ 2 ബോണ്ട് ഓൾറെഡി ഉണ്ട്, പിന്നെ 2 ബോണ്ട് കൂടിയാണല്ലോ വേണ്ടത്. അതുകൊണ്ട് ഇവിടെ 2 ഹൈഡ്രജൻ നമ്മൾ ഉൾപ്പെടുത്തും. കണ്ടോ, H2. ഈ കാർബൺ നോക്കിയാലോ, ഇവിടെ 3 ബോണ്ട് ഓൾറെഡി ആയി, ഇനി ഒരു ബോണ്ട് കൂടിയാണല്ലോ വേണ്ടത്. അതുകൊണ്ട് ഒരു ഹൈഡ്രജൻ അവിടെ ചേർത്തു. അതേപോലെ ഇവിടെ C, ഒരു ബോണ്ട് മാത്രമുണ്ട്, ഇവിടെ 3 ഹൈഡ്രജൻ ചേർത്തു. ഇവിടെ 2 ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ 2 ഹൈഡ്രജൻ എക്സ്ട്രാ ചേർത്തു. ഇവിടെയോ, ഇവിടെ ഒരു ബോണ്ട് മാത്രമേ ഉള്ളൂ ഈ കാർബണിന്, അതുകൊണ്ട് 3 ഹൈഡ്രജൻ ചേർത്തു. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഘടനാവാക്യം പൂർത്തീകരിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ സംയുക്തത്തിന്റെ തന്മാത്രാ സൂത്രം എഴുതുക. എത്ര കാർബൺ? ഇവിടെ കാർബണും ഹൈഡ്രജനും മാത്രമാണ് ഉള്ളത് അല്ലെ? എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ. 1 2 3 4 5 6. അതുകൊണ്ട് C6, H എണ്ണിയാൽ കിട്ടും 14, H14. C6H14 ആണ് ഇതിന്റെ മോളിക്കുലാർ ഫോർമുല. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദ മെയിൻ ചെയിൻ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിന്റെ മെയിൻ ചെയിനിൽ, പ്രധാന ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര എന്നാണ്. ഇതിൽ ഏതാണ് പ്രധാന ചെയിൻ? ഇതാണോ പ്രധാന ചെയിൻ? ഇതായിട്ട് നോക്കുക. അപ്പൊ ഇതിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? 1 2 3 4. ഇനി നമ്മൾ ഇങ്ങനെ ഒരു കാർബൺ ചെയിൻ പരിഗണിച്ചു എന്ന് വിചാരിച്ചോളൂ. അതിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? 1 2 3 4 5 5 ഉണ്ട് അല്ലെ? നമുക്കറിയാം പ്രധാന ചെയിനിലാണ് ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഉൾപ്പെടേണ്ടത് അല്ലെ? അതുകൊണ്ട് ഇതാണ് ഇവിടെ പ്രധാന ചെയിൻ. ഇതിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? 5. ഓക്കെ, അതുകൊണ്ട് 5 എന്ന് എഴുതാം ഇവിടെ. ഓക്കെ, റൈറ്റ് ഇറ്റ്സ് IUPAC നെയിം. ഇതിന്റെ IUPAC നാമം എഴുതുക. 1 2 3 4 5 5 കാർബൺ ആറ്റങ്ങൾ ഉണ്ട്, അതുകൊണ്ട് പെന്റെയിൻ ആണ് അവസാനം വരുന്നത് അല്ലെ? പെന്റ് 5. ഓക്കെ, പിന്നെ ഒരു മീഥൈൽ ഗ്രൂപ്പ് മൂന്നാമത്തെ കാർബൺ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് 3 മീഥൈൽ പെന്റെയിൻ എന്ന് പേര് വരും. എന്താണ്? 3 മീഥൈൽ പെന്റെയിൻ എന്ന് വരും. ഓക്കെ, നമ്മൾ ഇവിടുന്ന് എണ്ണാൻ തുടങ്ങിയാൽ 1 2 3 മൂന്നാമത്തെ കാർബൺ ഈ പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് എണ്ണാൻ തുടങ്ങിയാലും 1 2 3 മൂന്നാമത്തെ പൊസിഷനിൽ തന്നെയാണ് ഈ ഒരു മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് നമ്പർ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങളുടെ IUPAC നാമം എഴുതുക. റൈറ്റ് ഡൗൺ ദ IUPAC നെയിംസ് ഓഫ് ദ ഗിവൻ കോമ്പൗണ്ട്. കുറെ കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്, അതിന്റെ IUPAC നെയിം എഴുതാം. A, ഇതെന്താണ്? 1 2 3 4 5. ഇവിടെ പ്രധാന ചെയിനിൽ, മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റങ്ങളുണ്ട്? 6 എണ്ണം ഉണ്ട് അല്ലെ? അതുകൊണ്ട് അവസാനം എന്ത് വരും? ഹെക്സെയിൻ എന്നാണ് വരുന്നത്. ഓക്കെ, ഇനി ഒരു മീഥൈൽ ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇവിടെ ഒരു മീഥൈൽ ബ്രാഞ്ച് ഇങ്ങനെ ഉണ്ട്. അത് എത്രാമത്തെ പൊസിഷനിലാണുള്ളത്? ഇവിടെ നിന്ന് എണ്ണാൻ തുടങ്ങിയാൽ 1 2 3 4ാമത്തെ പൊസിഷൻ. ഇവിടെ നിന്ന് എണ്ണാൻ തുടങ്ങിയാൽ 1 2 3ാമത്തെ പൊസിഷൻ. സോ ആ ചെറിയ നമ്പറിൽ നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ട് 3 മീഥൈൽ ഹെക്സെയിൻ എന്ന് പേര് കൊടുക്കാം. അടുത്തത് B. ഇവിടെ എത്ര? 1 2 3 4 5 6 കാർബൺ ആറ്റങ്ങളുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഹെക്സ് എന്നാണ് വേർഡ് റൂട്ട് വരുന്നത്, പദമൂലം വരുന്നത് ഹെക്സ് എന്നാണ്. പക്ഷേ ഇതൊരു ആൽക്കെയിൻ ആണോ? അല്ല, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ഒരു ആൽക്കീൻ ആണ്. ഓക്കെ, ഈ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ, സ്ഥാനസംഖ്യ എത്രയാണ്? ഇവിടെ നിന്നാ അല്ലെ? 1 2, രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്, അതുകൊണ്ട് ഇതിന് പേര് വരും, നിബന്ധനം രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ്, അതുകൊണ്ട് ഇതിന് പേര് വരും ഹെക്സ് 2ഈൻ എന്ന് വരും. ഓക്കെ, അടുത്തതോ 1 2 3 4 5 6 6 വരുമ്പോ ഹെക്സ് എന്ന് വരും. ഡബിൾ ബോണ്ട് വരുമ്പോൾ അവസാനം എന്ത് വരും? അയിൻ എന്ന് വരും അല്ലെ? സോറി, ട്രിപ്പിൾ ബോണ്ട് ആണ്, ത്രിബന്ധനമാണ്, അതുകൊണ്ട് അയിൻ എന്ന് വരും. ഇതിന്റെ പൊസിഷൻ എത്രയാണ്? 1 2, രണ്ടാമതാണ് അല്ലെ? അതുകൊണ്ട് ഹെക്സ് 2 അയിൻ എന്ന് വരും. അടുത്ത നോക്കുക, 1 2 3 4 5 5 കാർബൺ ആറ്റങ്ങളുണ്ട്, അതുകൊണ്ട് പെന്റ് എന്നല്ല പേര് വരുന്നത്. ഇനി ഇവിടെ ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ആണുള്ളത്. അപ്പൊ ഇതെന്താണ്? ഒരു കാർബോക്സിലിക് ആസിഡ് ആണ് ഇത് അല്ലെ? അതിന് അവസാനം എന്ത് വരും എന്ന് പറഞ്ഞു? ഓയിക് ആസിഡ് എന്ന് ചേർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഓയിക് ആസിഡ് എന്ന്. അതുകൊണ്ട് ഇത് പെന്റനോയിക് ആസിഡ് എന്നാണ്. ഓക്കെ, പെന്റനോയിക് ആസിഡ് എന്ന് സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി.
ഈ ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് എപ്പോഴും ഒരു അറ്റത്തായിട്ടാണ് കാണുന്നത് അല്ലേ. അതുകൊണ്ട് ഇവിടെ ഇതിന്റെ സ്ഥാനസംഖ്യ പൊസിഷൻ നമ്പർ ഒന്നും ഈ പേരിൽ ഉൾപ്പെടുത്തണമെന്നില്ല. അടുത്ത് നോക്കുക, 1 2 3 4 4 കാർബൺ ആറ്റങ്ങൾ. അതുകൊണ്ട് ബ്യൂട്ട് എന്താണിത്? ഒരു ആൽഡിഹൈഡ് ആണ് അല്ലേ. അതുകൊണ്ട് ബ്യൂട്ടനാൽ എന്ന് പേര് വരും. ഇവിടെ ഈ CHO എപ്പോഴും അവസാനം ഒരു അറ്റത്തായിട്ടാണ് സാധാരണ നമ്മൾ എഴുതാറുള്ളത്, നമുക്കറിയാം അല്ലെ. അതുകൊണ്ട് ഇവിടെ ഇതിന്റെ പൊസിഷൻ നമ്പർ ഒന്നും ഇതിനകത്ത് എഴുതണമെന്നില്ല, ബ്യൂട്ടനാൽ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത് നോക്കിക്കോളൂ. 1 2 3 4 5 കാർബൺ ആറ്റങ്ങൾ. അതുകൊണ്ട് പെന്റ് എന്നാണ് വരുന്നത് അല്ലെ. ഇവിടെ CO കീറ്റോ ഗ്രൂപ്പ് ആണ് അല്ലെ. പക്ഷെ ഈ കീറ്റോ ഗ്രൂപ്പ് ചിലപ്പോൾ ഇവിടെ ഉണ്ടാകും, ചില കോമ്പൗണ്ട്സിൽ ഇവിടെ ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതിന്റെ പൊസിഷൻ നമ്പർ സ്ഥാനസംഖ്യ നമ്മൾ മെൻഷൻ ചെയ്യണം ഈ പേര് എഴുതുമ്പോൾ. അതുകൊണ്ട് പെൻഡൻ 2 1 2 രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലേ ഉള്ളത്. അതുകൊണ്ട് പെൻഡൻ 2 ഓൺ എന്ന് എഴുതാം. ഓക്കെ, അടുത്ത് നോക്കാം. 1 2 3 4 കാർബൺ ആറ്റങ്ങളാണുള്ളത്. ഇത് C എന്താണ്? ക്ലോറിന്റെ Cl ആണ്. ഓക്കെ, ഇത് കാർബൺ ആറ്റങ്ങളല്ല അല്ലെ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. 1 2 3 4 കാർബൺ ആറ്റങ്ങൾ. ഇപ്പൊ എന്താണ്? ബ്യൂട്ടെയിൻ എന്നാണ് ലാസ്റ്റ് വരുന്നത് അല്ലെ. ഇനി നോക്കുക, ഹാലോ ഗ്രൂപ്പ് എന്താണ് ഇവിടെ? ക്ലോറോ ഗ്രൂപ്പ് അല്ലെ. ക്ലോറിൻ ആണ് ഹാലോജൻ ആറ്റം. അത് 2 എണ്ണം ഉണ്ട് അല്ലെ. അതിന്റെ പൊസിഷൻ നമ്പർ എത്രയാണ്? ഇവിടുന്ന് നമ്പർ ചെയ്യാം അല്ലെ, അപ്പോഴല്ലേ ചെറിയ നമ്പർ കിട്ടുന്നത്. 1 2 രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ 2 ക്ലോറോ ഗ്രൂപ്പുകൾ. അതുകൊണ്ട് നമുക്ക് എഴുതാം 2,2. അതായത് രണ്ടും ഈ 2 എന്ന സ്ഥാനത്തിലാണ്, പക്ഷെ ആ സ്ഥാനസംഖ്യ നമ്മൾ 2 പ്രാവശ്യം എഴുതണം. ഓക്കെ, 2,2 ഹൈഫൺ എത്ര ക്ലോറോ ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ? 2 എണ്ണം ഉണ്ട്. അതായത് ഡൈ എന്ന് കൊടുക്കാം. ഓക്കെ, ഡൈ ക്ലോറോ ബ്യൂട്ടെയിൻ 2,2 ഡൈ ക്ലോറോ ബ്യൂട്ടെയിൻ. ഓക്കെ, അടുത്ത് നോക്കുക. ഇത് ഏതാണ്? ആൽക്കോക്സി ആൽക്കെയിൻ എന്ന രീതിയിലാണ് ഇതിന് പേര് കൊടുക്കൽ അല്ലെ. ഈഥർ ആണ് ഇത്. നോക്കുക, ഈ ഈഥർ ലിങ്കേജിന്റെ ഇരുവശത്തേക്ക് നോക്കണം. എന്നിട്ട് അതിലെ ചെറുത് ഏതാണ്? ഇവിടെ നോക്കിയാൽ മനസ്സിലാകും, രണ്ടും ഒരേ സൈസ് ആണല്ലോ. ഇവിടെ 2 കാർബൺ ആറ്റം, ഇവിടെ 2 കാർബൺ ആറ്റം. നമുക്ക് ഇവിടെ പേര് കൊടുക്കാം ഈഥോക്സി ഈഥെയിൻ എന്ന് പേര് കൊടുക്കാം. ഇതിനൊക്കെ എങ്ങനെയാണ് പേര് കൊടുക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ആ ക്ലാസ് കണ്ടു നോക്കുക. അടുത്ത് നോക്കുക, ഇവിടെ മെയിൻ ചെയിൻ ഏതായിട്ട് വരും? ഇത് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കാം. ഓക്കെ, നോക്കുക, 4 കാർബൺ ആറ്റങ്ങളുടെ മെയിൻ ചെയിൻ. അതുകൊണ്ട് ബ്യൂട്ടി എന്നല്ല വരുന്നത്, ഇത് ബ്യൂട്ടീൻ എന്ന രീതിയിലല്ല വരുന്നത്, കാരണം ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് ബ്യൂട്ടെയിൻ എന്നല്ല നമ്മൾ ലാസ്റ്റ് എഴുതേണ്ടത്, ബ്യൂട്ടീൻ എന്നാണ് എഴുതേണ്ടത്. പക്ഷെ നമ്മൾ ആ ഡബിൾ ബോണ്ടിന്റെ സ്ഥാനം കൂടി ഇതിനിടക്ക് എഴുതണം അല്ലെ. ബ്യൂട്ടീൻ എന്ന് സിമ്പിൾ ആയിട്ട് എഴുതുന്നതിന് പകരം അതിനിടയിൽ ബ്യൂട്ട് എത്രാമത്തെ സ്ഥാനമാണ്? 1 2 രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഈ ഒരു ഡബിൾ ബോണ്ട് ഉള്ളത്. അതുകൊണ്ട് ബ്യൂട്ടി 2E എന്ന് വരും അവസാനം. ഈ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് 2 മീഥൈൽ ബ്യൂട്ടി 2E എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അടുത്ത് നോക്കുക, മെയിൻ ചെയിൻ ഇങ്ങനെ പരിഗണിക്കുക. ശ്രദ്ധിക്കുക, എനിക്കിവിടെ പേര് കൊടുക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, കാരണം ഇവിടെ 2 അല്ല 3 ആണ് വരുന്നത്. ഓക്കെ, മെയിൻ ചെയിൻ ബ്യൂട്ട് 1 അയിൻ എന്ന പേരാണ് മെയിൻ ചെയിൻ വരുന്നത്. ഓക്കെ, ഇനി മെയിൻ ചെയിൻ നമ്മൾ കൺസിഡർ ചെയ്തു, ഇവിടുന്ന് നമ്പർ ചെയ്തു. അപ്പൊ ഇവിടെ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ തന്നെയാണ് ഈ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. ബ്യൂട്ട് 1 അയിൻ എന്ന പേരാണ്. ഇനി 1 2 3 മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ. അതുകൊണ്ട് പേര് കൊടുക്കും 3 മീഥൈൽ ബ്യൂട്ട് 1 അയിൻ എന്ന് പേര് കൊടുക്കാം. ഓക്കെ, നൽകിയിരിക്കുന്ന സംയുക്തങ്ങളുടെ ഘടനാവാക്യങ്ങൾ എഴുതുക. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്സ് ഗിവൻ ബിലോ. ഫസ്റ്റ് വൺ എന്താണ്? 2,3,3 ട്രൈമീഥൈൽ ഹെക്സെയിൻ. സ്റ്റെപ്പ് 1, ഹെക്സെയിൻ എന്ന് പറയുമ്പോൾ അതിൽ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ട്? അതിൽ നമുക്കറിയാം 6 കാർബൺ ആറ്റങ്ങളുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് എഴുതി വെച്ചു. 1 2 3 4 5 6 കാർബൺ ആറ്റങ്ങൾ ഇങ്ങനെ എഴുതി. എന്നിട്ട് ഓരോ ബോണ്ട് കൊടുത്തു, സിംഗിൾ ബോണ്ട് കൊടുത്തു ഇങ്ങനെ. സ്റ്റെപ്പ് 1. രണ്ടാമത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? 2,3,3 ഈ പൊസിഷനുകളിൽ ട്രൈമീഥൈൽ ഹെക്സെയിൻ അല്ലേ. അപ്പോൾ ട്രൈമീഥൈൽ അതായത് 3 മീഥൈൽ ഗ്രൂപ്പുകൾ വേണം. ഓക്കെ, നമുക്ക് ഇവിടെ നമ്പർ ചെയ്യാം അല്ലെ. 1 2 രണ്ടാമത്തേതിൽ വേണം അല്ലെ. 2,3,3 അല്ലേ. അപ്പൊ രണ്ടാമത്തതിൽ ഒരു മീഥൈൽ ബ്രാഞ്ച് ഇങ്ങനെ കൊടുത്തു. 3,3 അതായത് 3യിൽ 2 എണ്ണം ഉണ്ട്. അപ്പൊ ഒന്ന് മുകളിലും ഒന്ന് താഴെയായിട്ട് വരച്ചു. ഓക്കെ, സ്റ്റെപ്പ് 3 ബാക്കി ഹൈഡ്രജൻ ഫില്ല് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒരു ബോണ്ട് മാത്രമാണ് ഉള്ളത്, അതുകൊണ്ട് ഒരു 3 ഹൈഡ്രജൻ ഇവിടെ ചേർക്കാം, H3.
ഈ കാർബൺ നോക്കിയാൽ ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്, ഇവിടെ ഒരു ബോണ്ട്. ഇനി ഒരു ബോണ്ടും കൂടെ വേണം അല്ലേ? അത് നമുക്ക് ഇവിടെ ഒരു ഹൈഡ്രജൻ ചേർക്കാം. ഈ കാർബൺ ആറ്റത്തിൽ ഇനി ഹൈഡ്രജൻ ചേർക്കാൻ സ്ഥലമില്ല. 4 ബോണ്ടുകൾ ഓൾറെഡി ആയി. അങ്ങനെ ഹൈഡ്രജൻ കൂടെ നമ്മൾ ഇതിൽ എഴുതി ചേർത്താൽ ഈ കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ ഫോർമുല കംപ്ലീറ്റ് ആയി. ഓക്കെ. ബി, ഈഥോക്സി ബ്യൂട്ടെയിൻ. ഓക്കെ, ഈഥോക്സി ബ്യൂട്ടെയിൻ. സ്റ്റെപ്പ് 1 നമുക്ക് എഴുതാം. ഈഥോക്സി ബ്യൂട്ടെയിൻ. ഓക്കെ, ഈഥ് പറഞ്ഞാൽ 2 അല്ലേ? 2 കാർബൺ ആറ്റം, ഈഥർ ലിങ്കേജ് വരക്കാം. പിന്നെയോ ബ്യൂട്ടെയിൻ, അപ്പൊ 4 കാർബൺ ആറ്റം. ഓക്കെ, ഇങ്ങനെ എഴുതി വെച്ചു. ഈഥോക്സി ബ്യൂട്ടെയിൻ. ഈ പേര് കേട്ടാൽ അറിയാലോ ഇതൊരു ഈഥർ ആണെന്ന്. ഇനി എന്താ ചെയ്യണം? ഹൈഡ്രജൻ ആറ്റംസ് കൂടെ ഇതിൽ ചേർക്കാം. അപ്പൊ ഇവിടെ H3, ഇവിടെ 2 എണ്ണം ചേർക്കാം. ഇവിടെ O, അങ്ങനെ തന്നെ ഇവിടെ 2 എണ്ണം ചേർക്കാനുണ്ട്. അങ്ങനെ ഹൈഡ്രജൻ ആറ്റംസ് കൂടി ഫില്ല് ചെയ്താൽ ഇതിന്റെ സ്ട്രക്ചർ ഫോർമുല കംപ്ലീറ്റ് ആയി. ഈഥോക്സി ബ്യൂട്ടെയിൻ. ഓക്കെ. സി എന്താണ്? ബ്യൂട്ടൻ 2 ഓൺ. ബ്യൂട്ടൻ 2 ഓൺ. സ്റ്റെപ്പ് 1 ബ്യൂട്ടൻ ആയതുകൊണ്ട് 4 കാർബൺ ആറ്റങ്ങൾ നമ്മൾ ഇങ്ങനെ എഴുതി. എന്നിട്ട് 2 ഓൺ, രണ്ടാമത്തെ പൊസിഷനിൽ കീറ്റോ ഗ്രൂപ്പ്, അത് നമ്മളിവിടെ CO, രണ്ടാമത്തെ പൊസിഷനിൽ കീറ്റോ ഗ്രൂപ്പ് ചേർത്തു. ഇനി ഹൈഡ്രജൻ കൂടി ഫില്ല് ചെയ്താൽ കംപ്ലീറ്റ് ആയി. ബ്യൂട്ടൻ 2 ഓൺ. ഡി, പെന്റ് 1 അയിൻ. നോക്കുക, പെന്റ് 1 അയിൻ. പെന്റ് എന്ന് വെച്ചാൽ 5 കാർബൺ ആറ്റം. 1, 2, 3, 4, 5 കാർബൺ ആറ്റം. അതിൽ 1 എന്ന ആ പൊസിഷനിൽ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, അതുകൊണ്ട് അയിൻ എന്ന് പേര് വന്നത്. അതുകൊണ്ട് ഈ ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ട്രിപ്പിൾ ബോണ്ട് ആക്കി ഇതിന്. എന്നിട്ട് ബാക്കി ഹൈഡ്രജൻസിനെ കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതും കംപ്ലീറ്റ് ആയി. ഓക്കെ, പെന്റ് 1 അയിൻ ഇങ്ങനെ വരും. അടുത്ത എന്താണ്? ഹെക്സൻ 2 ഓൾ. ഹെക്സൻ 2 ഓൾ. ഹെക്സൻ 2 ഓൾ. ഹെക്സൻ എന്ന് വെച്ചാൽ 6 കാർബൺ ആറ്റങ്ങൾ ഇങ്ങനെ നമ്മൾ എഴുതി ചേർത്തു. 2 ഓൾ, രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ എന്തുണ്ട്? ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, അത് നമ്മൾ ചേർത്തു. പിന്നെ ബാക്കി ഹൈഡ്രജൻസിനെ കൂടി ഫിൽ ചെയ്താൽ അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഹെക്സൻ 2 ഓൾ. അടുത്തത് 3 ബ്രോമോ ഹെപ്റ്റെയിൻ. 3 ബ്രോമോ ഹെപ്റ്റെയിൻ. ഹെപ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ 7 കാർബൺ ആറ്റങ്ങൾ. ആ ചെയിൻ നമ്മൾ വരച്ചു. 1, 2, 3, 4, 5, 6, 7 കാർബൺ ആറ്റങ്ങൾ നമ്മളിങ്ങനെ എഴുതി ചേർക്കാം. എന്നിട്ടോ ഈ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു ഗ്രൂപ്പ് അല്ലെ, ഹാലോ ഗ്രൂപ്പ്, എന്താണ്? ബ്രോമോ ഗ്രൂപ്പ്, ബ്രോമിൻ, അത് ചേർത്തു. എന്നിട്ട് ബാക്കി ഹൈഡ്രജൻസിനെ കൂടെ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, നോക്കിക്കോളൂ. പെന്റനാൽ. പെന്റനാൽ എന്ന് വെച്ചാൽ അവിടെ 5 കാർബൺ ആറ്റങ്ങൾ ഉണ്ട്. പെന്റ് അല്ലെ, നമ്മൾ 5 കാർബൺ ആറ്റങ്ങൾ ഇങ്ങനെ വരച്ചെടുത്തു. 3, 4, 5. ആൽ അല്ലെ, ആൽഡിഹൈഡ്. അപ്പോൾ ഇവിടെ അവസാനം നമ്മൾ CHO എന്നാക്കി. എന്നിട്ട് ബാക്കി ഇവിടെയൊക്കെ ഹൈഡ്രജൻസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതും കംപ്ലീറ്റ് ആയി. അടുത്ത നോക്കുക. ങ്ങളുടെ ഘടനാവാക്യവും അവയുടെ IUPAC നാമവും നൽകിയിരിക്കുന്നു. തെറ്റായവ കണ്ടെത്തി തിരുത്തി എഴുതുക. The structure formula and IUPAC names of certain compounds are given. Wrong ones, identify the wrong ones and correct them. നോക്കാം ഒന്നാമത്തെ ശരിയാണോ തെറ്റാണോ. ഒന്നാമത്തെ പേര് കൊടുത്തില്ല, എന്താണ്? നമുക്കിത് ആദ്യം നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇതിന്റെ പേരെന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതിലെ മെയിൻ ബ്രാഞ്ച് ഏതാണ്? 1, 2, 3, 4, 5, 6 കാർബൺ ആറ്റങ്ങളുള്ള ഇതാണ് മെയിൻ ബ്രാഞ്ച് ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് പേര് കൊടുത്തു നോക്കാം ഇതിന് എന്താണ് പേര് വരുന്നത്. 1, 2, 3 ഇങ്ങനെ നമ്പർ ചെയ്യേണ്ടത് അല്ലേ? അപ്പോഴല്ലേ നമുക്ക് ഈ മീഥൈൽ ഗ്രൂപ്പിന് ചെറിയ സ്ഥാനസംഖ്യ കിട്ടുന്നത്, പൊസിഷൻ നമ്പർ കിട്ടുന്നത്. അതുകൊണ്ട് 1, 2, 3 മൂന്നാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ്. അപ്പൊ 3 മീഥൈൽ ഹെക്സെയിൻ എന്നാണ് ഇതിന് പേര് വേണ്ടത്. കൊടുത്തിട്ടുള്ളത് 2 ഈഥൈൽ പെന്റെയിൻ എന്നാണ്. അതുകൊണ്ട് ദിസ് ഇസ് റോങ്. ഓക്കെ, അടുത്ത നോക്കുക. പേര് കൊടുത്തിട്ടുള്ള എന്താണ്? പെന്റൻ 2 ഓൺ എന്നാണ്. നമുക്ക് പേര് കൊടുത്തു നോക്കാം ഇതിന് ശരിയാണോ നോക്കാം. 1, 2, 3, 4, 5 കാർബൺ ആറ്റങ്ങൾ, അതുകൊണ്ട് പെന്റ് എന്ന് തന്നെയാണ് വരുന്നത്. 2 പൊസിഷനിലാണോ കീറ്റോ ഗ്രൂപ്പ് എന്ന് നോക്കാം. 1, 2 ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യാം. കറക്റ്റ് അല്ലേ? 2 രണ്ടാമത്തെ പൊസിഷനിലാണ് കീറ്റോ ഗ്രൂപ്പ്. സോ ദിസ് ഇസ് റൈറ്റ്. അടുത്ത നോക്കുക. 1, 2, 3, 4, 5, 6 കാർബൺ ആറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഹെക്സ് എന്ന് തന്നെയാണ് വേർഡ് റൂട്ട്. ഇനി ഈ ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ നമ്പർ, സ്ഥാനസംഖ്യ എത്രയാണ്? 1, 2 രണ്ടാം നമ്പർ, ഇവിടെ കൊടുത്തിട്ടുള്ളത് 3 ആണ്. സോ ഇത് തെറ്റാണ്. ഹെക്സ് 2 അയിൻ എന്നാണ് പേര് വരുന്നത്. ഓക്കെ, അടുത്ത നോക്കുക. നാലാമത്തെ നോക്കുക.
1 2 3 4 5 കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത്. നമ്പർ ചെയ്യേണ്ടത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് അല്ലെ? അപ്പോഴല്ലേ ഇവയ്ക്ക് ചെറിയ നമ്പർ കിട്ടുന്നത്. രണ്ടാമത്തേതിൽ 2 ക്ലോറോ ഗ്രൂപ്പ് ഉണ്ട് അല്ലെ? മൂന്നാമത്തേതിൽ ഒന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ 2 ക്ലോറിൻ ആറ്റം ഇവിടെയും, മൂന്നാമത്തേതിൽ 1. അപ്പൊ എന്താണ്, എങ്ങനെ നമ്പർ ചെയ്യും? 2,2, അതായത് രണ്ടാമത്തെ 2 ഉണ്ട്, അതുകൊണ്ട് നമ്മൾ 2 പ്രാവശ്യം തന്നെ 2 എഴുതണം. ഓക്കെ, ഇവിടെ 1 നോക്കിക്കോളൂ, 1, ഇവിടെ 2, രണ്ടാമത്തെ 2 ഉള്ളതുകൊണ്ട് 2,2 എന്ന് എഴുതി. 3 മൂന്നാമത്തേലുണ്ട് അല്ലെ? അതുകൊണ്ട് 3 എന്ന് എഴുതി വെച്ചു. ക്ലോറോ ഗ്രൂപ്പ് എത്ര എണ്ണമാണ്? 3 എണ്ണമാണ് ആകെ ഉള്ളത്, അതുകൊണ്ട് ട്രൈ എന്ന് വരും. ട്രൈ ക്ലോറോ പെന്റെയിൻ എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 5th വൺ. മുകളിൽ നൽകിയിരിക്കുന്ന സംയുക്തങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഐസോമെറിസം ഏത്? 2 എണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ? 2 സംയുക്തം. ഏതാണ് ഇവ പ്രദർശിപ്പിക്കുന്ന ഐസോമെറിസം? നോക്കുക, ഇതിലെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമാണ്. ഇവിടെ തന്മാത്രാ സൂത്രം മോളിക്കുലാർ ഫോർമുല എഴുതി നോക്കിയാൽ അത് സെയിം ആണ്. അതുകൊണ്ട് ഇവ ഐസോമെറിസം പ്രദർശിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഇതിലെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇവിടെ OH അല്ലേ ഉള്ളത്, ഇവിടെ OH അല്ലേ ഉള്ളത്. ഓക്കെ, അതായത് ഇവിടെ ആൽക്കോക്സി ഗ്രൂപ്പും ഇവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുമാണുള്ളത്. സോ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമായാൽ ആ ഐസോമെറിസം എന്താണ്? ഫങ്ഷണൽ ഐസോമെറിസം ആണ്. സോ വാട്ട് ടൈപ്പ് ഓഫ് ഐസോമെറിസം ഡു ദീസ് കോമ്പൗണ്ട്സ് എക്സിബിറ്റ്? ആൻസർ ഫങ്ഷണൽ ഐസോമെറിസം. ഓക്കെ. ബി, ഒന്നാമത്തെ സംയുക്തത്തിന്റെ മെറ്റാമെറിന്റെ ഘടനാവാക്യം എഴുതുക. മെറ്റാമെർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അത് ഒന്ന് അറിയാത്തവര് കണ്ടു നോക്കുക. ഓക്കെ, നമുക്ക് ഇതിന്റെ മെറ്റാമറിന്റെ സ്ട്രക്ചർ ഫോർമുല എഴുതി നോക്കാം. എങ്ങനെ എഴുതാം? ഇവിടെ ഈ ഈഥർ ലിങ്കേജിന്റെ പൊസിഷൻ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? അതിന് ജസ്റ്റ് നമുക്ക് ഇപ്പഴത്തേക്ക് മാറ്റി വരച്ചാൽ മതി, മെറ്റാമറായി. ഓക്കെ, നോക്കിക്കോളൂ, ഇങ്ങനെ ഒരു മെറ്റാമർ എഴുതാം. ഓക്കെ, ഈ ഒന്നാമത്തെ കോമ്പൗണ്ട് ഇതിന്റെ പേരെന്താണ്? ഈഥോക്സി ഈഥെയിൻ എന്നാണ്. അതിന്റെ മെറ്റാമറായ ഈ കോമ്പൗണ്ടിന്റെ പേരോ മീഥോക്സി പ്രൊപ്പെയിൻ എന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 6th ക്വസ്റ്റ്യൻ. 2 സംയുക്തങ്ങളുടെ ഘടനാവാക്യം നൽകിയിരിക്കുന്നു. The structural formulae of 2 compounds are given. ഒന്നാമത്തെ സംയുക്തത്തിന്റെ IUPAC നാമം എന്ത്? ഒന്നാമത്തെ ഒരു ആൽഡിഹൈഡ് ആണ്. 1 2 3 4 5 കാർബൺ ആറ്റങ്ങളുണ്ട്, അതുകൊണ്ട് പെന്റനാൽ. ഓക്കെ, These 2 compounds are isomers. Why? എന്തുകൊണ്ടാണ് ഐസോമർ ആയത് ഇവ? ഇവയുടെ രണ്ടിന്റെയും തന്മാത്രാ സൂത്രം ഒന്ന് തന്നെയാണ്, അതുകൊണ്ടാണ് ഇവ ഐസോമറുകളായത്. നമുക്ക് എഴുതാം, both compounds have the same molecular formula. 2 സംയുക്തങ്ങളുടെയും തന്മാത്രാ സൂത്രം ഒന്ന് തന്നെയാണ്. എന്താണത്? C5H10O. അത് എണ്ണി നോക്കിയാൽ മനസ്സിലാകും ഓരോ ആറ്റംസ് എത്രയുണ്ടെന്ന്. ഓക്കെ, അടുത്ത് നോക്കുക, വാട്ട് ടൈപ്പ് ഓഫ് ഐസോമെറിസം ഡു ദീസ് കോമ്പൗണ്ട്സ് എക്സിബിറ്റ്? ഇവ ഏതുതരം ഐസോമെറിസം ആണ് കാണിക്കുന്നത്? ഏതാണ്? ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമാണ്. സോ എന്ത് ഐസോമെറിസം ആണ് ഇത്? ഫങ്ഷണൽ ഐസോമെറിസം ആണ്. ഡി ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ സംയുക്തത്തിന്റെ പൊസിഷൻ ഐസോമറിന്റെ ഘടനാവാക്യം എഴുതുക. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ പൊസിഷൻ ഐസോമർ ഓഫ് ദ സെക്കൻഡ് കോമ്പൗണ്ട്. പൊസിഷൻ ഐസോമർ എന്ന് പറഞ്ഞാൽ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അതിന്റെ പൊസിഷൻ മാറണം. ഇവിടെ രണ്ടാമത്തെ പൊസിഷനിലാണുള്ളത്, നമുക്കത് മൂന്നാമത്തെ പൊസിഷനായിട്ട് വരച്ചു നോക്കാം. നോക്കൂ, 1 ഇവിടെ 1 2 ഇവിടെ 1 2 മൂന്നാമത്തെ പൊസിഷനിലേക്ക് വരച്ചിട്ടുണ്ട്. ഓക്കെ, മാറ്റം ശ്രദ്ധിക്കൂ. ഹൈഡ്രജൻ ഫില്ല് ചെയ്യുന്നത് നിങ്ങൾ ലാസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ആദ്യം സി ഒക്കെ വരക്കാം, എന്നിട്ട് സിംഗിൾ ബോണ്ട് ഒക്കെ എഴുതാം, എന്നിട്ട് ഫങ്ഷൻ ഗ്രൂപ്പ് കംപ്ലീറ്റ് ആക്കാം, CO എന്ന് എഴുതാം, എന്നിട്ട് ഹൈഡ്രജൻ ഫില്ല് ചെയ്താൽ മതി. 7ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങൾ പരിശോധിച്ച് ഐസോമർ ജോഡികൾ ഏതൊക്കെ എന്ന് കണ്ടെത്തി എഴുതുക. ഓരോ ജോഡിയും പ്രദർശിപ്പിക്കുന്ന ഐസോമെറിസം ഏതുതരം എന്നും എഴുതുക. Examine the compounds given below and identify the isomeric pairs. What type of isomerism is shown by each pair? നോക്കാം, നമ്മൾ ഇത് ഐസോമർ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു വഴി എന്ന് വെച്ചാൽ ഇതിന്റെ ഓരോന്നിന്റെയും സ്ട്രക്ചറൽ ഫോർമുല നിങ്ങൾ ഇതുപോലെ എഴുതി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാവും. A and D ഐസോമറുകളാണ്, മീഥോക്സി പ്രൊപ്പെയിനും ഈഥോക്സി ഈഥെയിനും. ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതി നോക്കിയാൽ മനസ്സിലാകും. ഓക്കെ, അതിന്റെ തന്മാത്രാ സൂത്രം ഒക്കെ എഴുതി നോക്കുക, മോളിക്കുലാർ ഫോർമുല ഒക്കെ. ഐസോമർ ആണ്. ഇവ പ്രകടിപ്പിക്കുന്ന ഐസോമെറിസം മെറ്റാമെറിസം ആണ്.
ആൻഡ് പൊസിഷൻ ഐസോമെറിസം രണ്ടും എഴുതാം. ഓക്കെ, അത് നമ്മൾ ആ ഒരു മെറ്റാമെറിസം എന്ന സെക്ഷനിൽ ഇത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ബി ആൻഡ് എഫ് ആണ്. ബിയും എഫും ഇത് പ്രകടിപ്പിക്കുന്ന ഐസോമെറിസം ചെയിൻ ഐസോമെറിസം ആണ്. ഓക്കെ, ചെയിൻ ഐസോമെറിസം എന്ന ആ ഒരു ടോപ്പിക് പഠിക്കാം, അപ്പൊ മനസ്സിലാവും. പിന്നെ സിയും ഇയും, ഓക്കെ, ഈ പേര് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ ഇവ ഐസോമെർ ആണെന്ന്. ഇത് പ്രകടിപ്പിക്കുന്നത് പൊസിഷൻ ഐസോമെറിസം ആണ്. ഈ രണ്ട് കോമ്പൗണ്ടിലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താങ്ക് യു.